16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്ത് കേന്ദ്രം. ഡോൺ ന്യൂസ്, സമ TV, ആരി ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങിയ ചാനലുകളാണ് ബാൻ ചെയ്തത്. ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന്റെ പേരിലാണ് ഈ നടപടി. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ ആയുധധാരികൾ എന്ന് വിശേഷിപ്പിച്ച BBC റിപ്പോർട്ടിനെതിരെയും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി VS സനോജ് ചേരുന്നു. സനോജ്, തുടക്കം മുതൽ ഈ ഭീകരാക്രമണത്തിലെ മാധ്യമ റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെയാണ് ഈ റിപ്പോർട്ടിംഗ് കേന്ദ്രം നിരീക്ഷിക്കുന്നത്. അതിൽ ഓരോ വാക്കും ഓരോ പ്രയോഗവും കൃത്യമായി അളന്നു മുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് കേന്ദ്രം എന്നുള്ളതാണ് വളരെ പ്രത്യേകതയായി തോന്നിയത്. ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്? ലക്ഷ്മി, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രാജ്യം അതിനെ നോക്കിക്കാണുന്നത്, അതേസമയം ലോകരാജ്യങ്ങൾ അതിന് ഏത് തരത്തിൽ നോക്കിക്കാണുന്നു, ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതിന് ലോകത്തിൻ്റെ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ ഇന്ത്യൻ വികാരത്തെ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റ്, അത്തരത്തിലുള്ള വിവരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ വരുന്നതോ ആയിട്ടുള്ള മാധ്യമങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 16 യൂട്യൂബ് ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഡോൺ ന്യൂസ് പോലുള്ള, ജിയോ ന്യൂസ് പോലുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളാണ് അതിൻ്റേതടക്കം. കാരണം അതിനകത്ത് ഇന്ത്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫാൾസ് ഇൻഫർമേഷൻ വരുന്നു അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യയുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭീകരാക്രമണവുമായി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിൽ ജനങ്ങളെ ഒരു ഭീതി ഉണ്ടാക്കുന്നതോ ജനങ്ങളിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതോ ഇന്ത്യയുടെ പൊതുവായ വികാരത്തെ വ്രണപ്പെടുത്തുന്നതായിട്ടുള്ള കണ്ടന്റ് പാകിസ്ഥാനിലെ ഈ ചാനലുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ, ഈ യൂട്യൂബർമാർ നൽകുന്നതായിട്ട് ഇന്ത്യക്ക് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിലക്ക് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4ഓളം ജേർണലിസ്റ്റുകളുടെ യൂട്യൂബ് ചാനലുകളുണ്ട്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളുണ്ട്. ഇതിലെല്ലാം വ്യത്യസ്തമായി എക്കാലത്തെയും പാകിസ്ഥാൻ്റെ പ്രമുഖനായ ഫാസ്റ്റ് ബൗളർ എന്ന് പറയാവുന്ന ഷോയിബ് അക്തറിൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഇന്ന് നടന്നിട്ടുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇന്ത്യ BBC-യുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ചില വാർത്തകളെ സംബന്ധിച്ച് ഒരു കൺസേൺ അറിയിച്ചിരിക്കുന്നു. BBC-യുടെ തലവനെ ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നതിൽ മിലിറ്റൻസ് എന്ന വാക്ക് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിനെതിരായിട്ടൊരു വിമർശനം ഉന്നയിക്കപ്പെട്ടതിന് സമാനമായി BBC എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുമാണ് ഇന്ത്യ അറിയിക്കുന്നത്. അതിലും മിലിറ്റൻസ് എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു, ടെറർ അറ്റാക്ക് എന്നുള്ളതിന് പകരം. അതായത് ഈ മിലിറ്റന്റ് അറ്റാക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സസ്പെൻസ് വീസ ഫോർ ഇന്ത്യൻ ആഫ്റ്റർ ഡെഡ്ലി കശ്മീർ അറ്റാക്ക് എന്ന തലക്കെട്ടിൽ BBC കൊടുത്തിരിക്കുന്ന ലേഖനം അല്ലെങ്കിൽ ആ വാർത്തയിൽ മിലിറ്റൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലുള്ള കൺസേണും കൂടെ അറിയിച്ചിരിക്കുന്നു. ഏതായാലും വാർത്തകൾ എങ്ങനെ നൽകണം എന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ഒരു ഭരണകൂടം എന്ന നിലയിൽ അതിലേക്ക് ചില കൺസേൺസ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാവുന്ന വിവരം. VS സനോജാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.